കരൂരിൽ വിജയിയുടെ രാഷ്ട്രീയ പര്യടനത്തിനിടെയുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ജസ്റ്റിസ് അരുണ ജഗദീശൻ കരൂരിലെത്തി. സംഭവം വേദനാജനകമാണെന്ന് ജസ്റ്റിസ് അരുണ ജഗദീശൻ പറഞ്ഞു. குறைபாடுகளை களையணும் தான், அதுக்குதான் ஆணையம். இந்த மாதிரி சம்பவம் இன்னொரு தடவை நடக்க கூடாது. அதுக்கு என்ன நிவர்த்தி பண்ணணும் அதெல்லாம் கேட்கலையா? என்ன വിവരങ്ങളുമായി കരൂരിൽ നിന്നും അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഏറെ സങ്കടകരമായ സംഭവമാണ് കരൂരിലുണ്ടായത്. 40ഓളം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്ക് തടിച്ചുകൂടിയവരുടെ തിക്കിലും തിരക്കിലും പെട്ടാണ്. പാവങ്ങളായ 40 പേർ മരിക്കാനിടെ ഇടയായ സംഭവം. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ജസ്റ്റിസ് അരുണ ജഗദീശൻ കരൂരിലെത്തിയിരിക്കുന്നു. എന്തെങ്കിലും വിവരങ്ങൾ ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായോ? വിശദാംശങ്ങൾ അരുൺ ആലത്തൂർ. വിനോദ, ഇന്ന് വൈകിട്ടോടുകൂടെയാണ് ജസ്റ്റിസ് അരുണ ജഗദീശൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ അപകട സ്ഥലത്തും ഒപ്പം ആശുപത്രിയിലും ഉൾപ്പെടെ സന്ദർശനം നടത്തിയത്. അവരുടെ പ്രാഥമികമായിട്ടുള്ള സന്ദർശനത്തിൽ പറഞ്ഞത് വളരെ വേദനാജനകമായ സംഭവമാണ് ഇത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പരിപാടി നടന്ന കരൂരിലെ കരൂരിൽ നിന്നും ഈ റോഡിലേക്കുള്ള പ്രധാന പാത, ആ പാതയുടെ ഭാഗത്ത് അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണ്, ഏത് തരത്തിലാണ് തിക്കും തിരക്കും അവിടെ ഉണ്ടായത്, എന്തെല്ലാം തരത്തിലുള്ള നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ വിശദമായിട്ട് തന്നെ പരിശോധിക്കുകയുണ്ടായി. ഇതുകൂടാതെ തന്നെ ആശുപത്രിയിൽ ചെന്ന് അവിടെ അപകടത്തിൽ രക്ഷപ്പെട്ട ചികിത്സയിൽ കഴിയുന്ന ആളുകൾ അവരെ സന്ദർശിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊരു അപകടം ഈ ഒരു 7:30 അതായത് ഇതേ സമയത്ത് കഴിഞ്ഞ ദിവസം വലിയ തിക്കും തിരക്കുമായിരുന്നു കരൂരിലെ ഈ റോഡിൽ ഉണ്ടായിരുന്നത്. തുടർന്നാണ് വലിയ അപകടം ഉണ്ടാകുന്നത്. നിരവധി ആളുകൾക്ക് ശ്വാസം പോലും കിട്ടാതെ അവർ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചു. തുടർന്ന് പലയിടത്തായിട്ട് ആളുകൾ വീണ് കിടക്കുകയായിരുന്നു. ആംബുലൻസ് എത്തി പലരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും ജീവൻ നഷ്ടമായിട്ടുണ്ടായിരുന്നു. 40 പേരുടെ മരണമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. നിരവധി ആളുകൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്ന ഒരു സ്ഥിതിയുമുണ്ട്. ഏതായാലും സംഭവത്തിൽ വലിയ പ്രത്യാരോപണങ്ങളൊക്കെ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ ഇതിലൊരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. ആ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അരുണ ജഗദീശൻ്റെ നേതൃത്വത്തിൽ അവർ അവിടെ പരിശോധന നടത്തുക ഉണ്ടായത്. ഒപ്പം തന്നെ ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ നിർണായകമായിട്ടുള്ള മറ്റ് വഴിത്തിരിവുകളിലേക്ക് കടക്കാനുള്ള സാധ്യത വളരെയേറെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഒന്ന്, BJP ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നേതൃത്വത്തിലൊരു അന്വേഷണം വേണം എന്നൊരാവശ്യവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യമായിട്ടുള്ളത്, TVK തങ്ങളുടെ ഈ അപകടം എന്നുള്ളത്, തങ്ങളുടെ പരിപാടിക്കിടെ ഉണ്ടായ അപകടം എന്നുള്ളത് അത് ബോധപൂർവം സൃഷ്ടിച്ചതാണ് എന്നൊരു ആരോപണവുമായിട്ട് അവർ രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പെട്ടെന്ന് ഈ പരിപാടിക്ക് നേരെ കല്ലേറുണ്ടായി, ലാത്തി വീശലുണ്ടായി. തുടർന്നാണ് ജനങ്ങൾ പരിഭ്രാന്തരായി ഓടിയപ്പോൾ തിക്കും തിരക്കും ഉണ്ടായി ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളതാണ് TVK പ്രധാനമായിട്ടും പറയുന്നത്. ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മധുര ഡിവിഷണൽ ബെഞ്ചിനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഹർജിയിൽ നാളെ ഒരു ഉച്ച തിരിഞ്ഞ് കോടതി വാദം കേൾക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സമയത്ത് അത്തരത്തിൽ TVKയെ സംബന്ധിച്ചിടത്തോളം ഇത് സംസ്ഥാനം മറ്റും തങ്ങൾക്കെതിരെ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവർ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് TVKയും വിജയും ഒരു ഭാഗത്ത് ചെയ്യുന്നത്. മറുവശത്താണെങ്കിൽ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചുകൊണ്ട് വിഷയത്തിൽ അന്വേഷണം നടത്തി ആ ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ടിനനുസരിച്ച് നടപടി എടുക്കും എന്നുള്ളതാണ് ഇന്ന് ഈ ആശുപത്രി സന്ദർശിച്ച ഉദയനിധി സ്റ്റാലിനാണെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഇനി കോടതി എന്താണ് ഈ വിഷയത്തിൽ പറയുക എന്നുള്ളതാണ് അറിയേണ്ടതായിട്ട് ഉള്ളത്. ഒപ്പം തന്നെ വിജയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളിലേക്കൊന്നും ഇതുവരെ സ്റ്റാലിൻ സർക്കാർ കടന്നിട്ടില്ല.
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇനിയിപ്പോൾ വിജയെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു സഹതാപ തരംഗം ക്രിയേറ്റ് ചെയ്യുകയും അത് വിജയ്ക്ക് അനുകൂലമാവുമെന്ന് കണക്കുകൂട്ടിയായിരിക്കണം ഇതുവരെ അത്തരം നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. അതേസമയം തന്നെ വിജയ് ഈ അപകടത്തിന് ശേഷം ഇവിടെ നിന്നും ഒളിച്ചോടി സ്വന്തം വീട്ടിൽ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഏതാനും 2 തവണ നവമാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടതല്ലാതെ ഈ വിഷയത്തിൽ മറ്റു പ്രതികരണങ്ങളൊന്നും നടത്താൻ വിജയ് തയ്യാറായിട്ടില്ല. അതേസമയം തന്നെ സ്റ്റാലിൻ സർക്കാർ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന കാഴ്ചയും നമുക്ക് കരൂരിൽ കാണാൻ സാധിക്കുന്നു. കാരണം നേരത്തെ കള്ളക്കുറിച്ചിയിലൊക്കെ വിഷമദ്യ ദുരന്തം ഉണ്ടായിരുന്ന സമയത്ത് അവിടെയൊന്നും തിരിഞ്ഞു പോലും നോക്കാത്ത സ്റ്റാലിനും സ്റ്റാലിൻ്റെ മറ്റു മന്ത്രിമാരും ഒക്കെ ഇത്തവണ ഈ ഒരു അപകടം ഉണ്ടായതോടുകൂടെ തന്നെ ഇവിടേക്ക് ആദ്യം സ്റ്റാലിൻ പുലർച്ചെ തന്നെ എത്തുകയുണ്ടായി. പിന്നാലെ ഉദയനിധി സ്റ്റാലിനും മറ്റ് മന്ത്രിമാരും ഒപ്പം കനിമൊഴി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ ആശുപത്രിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇതിനെ രാഷ്ട്രീയമായിട്ട് കൂടെ സ്റ്റാലിൻ സർക്കാർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഒരു വശത്ത് കാണാൻ സാധിക്കുന്നത്. മറുവശത്ത് ഈ ഉണ്ടായിട്ടുള്ള അപകടത്തെ ഒരു സഹതാപ തരംഗമാക്കി മാറ്റുന്നതിനും തങ്ങളുടെ ഭാഗത്തെ പ്രതിരോധിച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ചീത്തപ്പേരിൽ നിന്ന് കരകയറുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങളാണ് വിജയും TBKയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ഇരു കൂട്ടരും ഒരുപോലെ സാധാരണക്കാരുടെ ജീവൻ വെച്ച് പന്താടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് സാധാരണക്കാരുടെ ജീവനിൽ ഒരു വിലയും കൽപ്പിക്കാത്ത കൂട്ടരാണ് ഈ 2 ആളുകളും എന്നുള്ള വിമർശനവുമായിട്ട് BJPയും AIADMKയും രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യവുമാണ് ഇന്നിപ്പോൾ കാണുന്നത്. തീർച്ചയായും സാധാരണക്കാർക്കാണ് ജീവനും നഷ്ടവും എല്ലാം ഉണ്ടായിട്ടുള്ളത്. രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഇത്തരം സമ്മേളനങ്ങൾ നടത്തുന്നു. അവിടെ ആളുകളെ വിളിച്ചു ചേർക്കുന്നു. അത്തരത്തിലുണ്ടായ തിക്കിലും തിരക്കിലുമാണ് പാവങ്ങളായ 40 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. നടൻ വിജയ് സംഘടിപ്പിച്ച രാഷ്ട്രീയ റാലിയിലാണ്, ജാഥയിലാണ്, സമ്മേളനത്തിലാണ് തിക്കിലും തിരക്കിലും 40 ജീവൻ നഷ്ടപ്പെട്ടത്. പരസ്പരം രാഷ്ട്രീയ കക്ഷികൾ പഴിചാരുകയാണ്. അവിടെ എത്തിയ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു കരൂരിൽ നിന്നും അരുൺ ആലത്തൂർ.